ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് ഒരവസരം കൂടെ നൽകി തന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏലിയ പ്രവാചകൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ശുശ്രൂഷിച്ച ഒരു പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചത്. മീഖായ. അദ്ദേഹം ഒരു നീണ്ട ശുശ്രൂഷയല്ല ചെയ്തത്. ദൈവാത്മാവ് തൻ്റെ ഒരു ദിവസത്തെ ശുശ്രൂഷ മാത്രമാണ് നമ്മുടെ മുമ്പേ വെളിപ്പെടുത്തി തന്നേക്കുന്നത്. കഷ്ടതയുടെ അപ്പം ഭക്ഷിച്ചു, ദുഃഖത്തിൻ്റെ വെള്ളമാണ് കുടിച്ചത്. അന്യജാതികളല്ല തന്നെ പീഡിപ്പിച്ചത്. ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ അഭിഷക്തനെ കാരാഗ്രഹത്തിലിട്ടേക്കുക. കാരണം സത്യം വെളിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലം ദൈവത്തിൻ്റെ വചനം അതങ്ങനെ തന്നെ ജനത്തിൻ്റെ മുമ്പേ വെളിപ്പെടുത്തുമ്പോൾ ജനം മാനിക്കുമോ? ജനം പ്രസാദിക്കുമോ? നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കാലഘട്ടം, ഇന്നത്തെ ജനത്തിൻ്റെ ആഗ്രഹം, ജനം പറയുമ്പോൾ തന്നെ വിശ്വാസികളായി പറയുന്ന ജനം നമ്മൾ കാണുമ്പോൾ എല്ലാവരും പറയുമ്പോൾ ഭൂരിപക്ഷത്തിനും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കിട്ടണം. ഇതിൻ്റെ മധ്യത്തിൽ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? വചനം അങ്ങനെ തന്നെ ജനത്തിൻ്റെ മുമ്പേ ധൈര്യത്തോടെ വിളിച്ചറിയിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? കർത്താവിൻ്റെ വരവടുത്തു. നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് ഏലിശാവിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പം, തൻ്റെ ശുശ്രൂഷ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കഴിഞ്ഞപ്പം അടുത്ത പ്രവാചകൻ ആര്? ഏലിയാവ് ശുശ്രൂഷിച്ചപ്പം ആ സമയം ഏലിശാവിനെ ദൈവം ഏലിയാവിനെ വെളിപ്പെടുത്തി കൊടുത്തു. ഏലിയാവ് തൻ്റെ പുതപ്പ് ഏലിശാവിൻ്റെ പുറത്തിട്ടു. ഏലിശാവ് ഏലിയാവിൻ്റെ കൂടെ എത്ര കാര്യങ്ങൾ പഠിച്ചു. ഏലിയാവ് പോകുമ്പോൾ ആ പുതപ്പ് ഏലിശാവിൻ്റെ പുറത്താണ് വീണത്. അതുപോലെ തന്നെ ഏലിശാവ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പം തൻ്റെ കൂടെ ശുശ്രൂഷയെ സഹായിച്ച വ്യക്തിയാ ഗെഹസി. എത്ര നല്ല അവസരമായിരുന്നു. ധനത്തിൻ്റെ ആ മോഹം അകത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഏലിശാവിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ ഈ ഗെഹസി അല്ലായിരുന്നോ ശുശ്രൂഷ മുമ്പോട്ട് തുടരേണ്ടത്? എത്ര നല്ല ഒരവസരം ഗെഹസി പാഴാക്കി. ധനത്തിൻ്റെ മോഹം. അങ്ങനെ തന്നെ ഇന്നും എത്ര നല്ല അവസരമുള്ള വ്യക്തികളുണ്ട്. അവർ ആരംഭം എത്ര നല്ലതായിരുന്നു. ത്യാഗവും സമർപ്പണം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കുറെ ദിവസം മുന്നോട്ട് പോയപ്പം ഏലിശാവിൻ്റെ കൂടെയാ താമസിക്കുന്നേ. പക്ഷെ ഏലിശാവിൻ്റെ ഒരു ഗുണവും ഗെഹസിക്കില്ല. ശുശ്രൂഷിക്കാൻ അവസരങ്ങൾ കിട്ടി. എന്നാലും ഒടുവിൽ ആ നായമാന്റെ കുഷ്ഠരോഗമില്ലയോ കിട്ടിയത്? അങ്ങനെ ഇന്ന് എത്ര പേർ നല്ല അവസരങ്ങളെ പാഴാക്കി അവർക്ക് കിട്ടിയ ശുശ്രൂഷകൾ നഷ്ടപ്പെടുത്തി ആത്മീയമായി കുഷ്ഠരോഗികളായിരിക്കുന്ന ഒരു സമയം. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിൽക്കത്തില്ലല്ലോ. ഗെഹസിക്ക് കുഷ്ഠം പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഒരു തടസ്സം വരുത്തില്ല. ആ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേപ്പിച്ച പ്രവാചകൻ ഒരുവനാ യോന പ്രവാചകൻ. നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട്, യോന പറയുമ്പോൾ ഇനി യെശയ്യ, യെർമിയ, എസെക്കിയേൽ, ദാനിയേൽ, ഹോശേയ, യോയേൽ, ആമോസ്, ഒബദ്യ, അത് കഴിഞ്ഞിട്ടില്ലയോ യോന വരുന്നേ? അല്ല, ഏലിശാവ് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ ശുശ്രൂഷിച്ച പ്രവാചകന യോന. നമുക്ക് വായിക്കാം 2 രാജാക്കന്മാരുടെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 23 തൊട്ട് 27 വാക്യം വരെ നമുക്ക് വായിക്കാം. 2 Kings chapter 14 verses 23 to 27.
രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 14 അധ്യായം 23 തൊട്ട് 27 വാക്യം വരെ നമുക്ക് വായിക്കാം. യഹൂദ രാജാവായ യോവാശിന്റെ മകൻ അമസ്യാവിന്റെ 15-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ യോവാശിന്റെ മകൻ യൊരോബെയാം രാജാവായി ശമര്യയിൽ 41 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളൊന്നും വിട്ടുമാറിയില്ല. ഗത്ത് ഹേഫർക്കാരനായ അമിത്തായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അറാബായിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. ഇസ്രായേലിന്റെ കഷ്ടത എത്രയും കഠിനം, സ്വതന്ത്രനോ അസ്വതന്ത്രനോ ഇല്ല, ഇസ്രായേലിന് സഹായം ചെയ്യുന്നവനുമില്ല എന്ന് യഹോവ കേട്ടിട്ട് ഇസ്രായേലിന്റെ പേർ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യാതെ യോവാശിന്റെ മകനായ യൊരോബെയാം മുഖാന്തരം അവരെ രക്ഷിച്ചു. യൊരോബെയാമിന്റെ മറ്റു വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും, അവൻ യുദ്ധം ചെയ്തതും, യഹൂദയ്ക്ക് ഉണ്ടായിരുന്ന ദമ്മശ്ശേക്കും ഹമാത്തും ഇസ്രായേലിന് വീണ്ടുകൊണ്ടതിൽ അവൻ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യൊരോബെയാം ഇസ്രായേൽ രാജാക്കന്മാരായ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകൻ സെക്കര്യാവ് അവന് പകരം രാജാവായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇസ്രായേലിൽ യൊരോബെയാം ദ സെക്കൻഡ്, ഒന്നാമത്തെ അല്ല, രണ്ടാമത്തെ യൊരോബെയാം. 2 യൊരോബെയാമുകളുണ്ട്. ഇത് രണ്ടാമത്തെ. ഇസ്രായേലിൽ വാണുകൊണ്ടിരിക്കുന്ന സമയം 41 വർഷം. അന്നേരം യോന മാത്രമല്ല, നമ്മൾ കണക്ക് നോക്കുമ്പോൾ യോനായുടെ കൂടെ വേറെ പ്രവാചകന്മാരും ഉണ്ട്, 2 പേരുണ്ട്, യോയലും ആമോസും. നമുക്ക് എക്സാക്ട്ലി പറയാൻ ഒക്കത്തില്ല അത് ഏത് വർഷമാ. പക്ഷെ സാധാരണ നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമുക്ക് ചരിത്രം നോക്കുമ്പോൾ BC 800 ആ സമയത്താ ഈ യോന ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കാലം. കാരണം യൊരോബെയാമിന്റെ കാലം നമ്മൾ നോക്കിയാൽ BC 792 തൊട്ട് BC 753 വരെയാ യൊരോബെയാം ദ സെക്കൻഡ് വാണുകൊണ്ടിരുന്നത്. ഇവിടെ യൊരോബെയാമിനെ കുറിച്ച്, ഇവിടെ യോനയെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാമം, പിതാവിന്റെ പേർ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇവിടെ എഴുതിയേക്കുന്ന അതില് ഇംഗ്ലീഷിലാണ്, മലയാളത്തിലാണ് 25-ാമത്തെ വാക്യം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം. ഗത്ത് ഹേഫർക്കാരനായ അമിത്തായിയുടെ മകനായ. ഇവിടെ നമ്മൾ നോക്കിയാൽ യോന, ഗത്തേഫർ നമ്മൾ നോക്കുമ്പോൾ നാസറത്തിന്റെ അടുത്തുള്ള ഒരു ചെറിയ സ്ഥലമാണ്, അല്ലെങ്കിൽ ഗലീലക്കാരനാണ് ഈ യോന. നമ്മുടെ കർത്താവും നാസറത്തിൽ നിന്ന് വന്നതാ, ഗലീലക്കാരനായിരുന്നു. ഈ യോന നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു പ്രവാചകനാണ്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബാക്കി പ്രവാചകന്മാരെക്കാട്ടും കൂടുതൽ ഫേമസ് ആയ ഒരു പ്രവാചകൻ, പ്രസിദ്ധമായ. കാരണം മീനിന്റെ വയറ്റിൽ 3 ദിവസം ഉണ്ടായിരുന്നല്ലോ, അതിൽ യോനാനെ ഇത്രയും ഫേമസ് ആക്കിയത്. പക്ഷേ നമ്മൾ യോനയുടെ ജീവിതം ഇനി നമ്മൾ നോക്കുമ്പോൾ, യോന എന്താ, ദൈവത്തിന്റെ കൽപ്പന കിട്ടിയിട്ടും, ദൈവത്തിന്റെ പ്രവാചകനാ, നല്ല തീഷ്ണതയുള്ളവനാ, ദൈവത്തെ സ്നേഹിക്കുന്നവനാ. പക്ഷെ എന്താ, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അനുസരണക്കേട് കാണിക്കുന്നത്. യോന മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു പ്രവാചകൻ. ദൈവഹിതത്തിന്റെ നേരെ വിരോധമായി അറിഞ്ഞുകൊണ്ട് പോയ ഒരു പ്രവാചകനാ യോന. യോനയ്ക്ക് വേറെ ഒരു പ്രത്യേകതയുണ്ട്. കർത്താവായ യേശു 4 പ്രവാചകന്മാരുടെ പേരാ തൻ്റെ ശുശ്രൂഷയിൽ എടുത്തത്. അതിൽ യെശയ്യ, പിന്നെ അത് കഴിഞ്ഞിട്ട് ദാനിയേലുണ്ട്, അത് കഴിഞ്ഞിട്ട് യെരമ്യാവുണ്ട്, പിന്നെ അതിൽ യോനയുമുണ്ട്. അതുമാത്രമല്ല, കർത്താവ് സ്പഷ്ടമായി പറഞ്ഞ യോന 3 ദിവസം മീനിന്റെ വയറ്റിൽ കിടന്ന പോലെ തന്നെ മനുഷ്യപുത്രനും ഭൂമിയിൽ 3 ദിവസം കിടക്കുന്നേ. നമ്മുടെ വിഷയം, ഈ പ്രവാചകൻ എന്താ,
ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ നേരെ വിരോധം പോയത്. നമ്മൾ യോനയുടെ പുസ്തകം എടുക്കുമ്പോൾ പ്രവാചകന്മാരുടെ മധ്യത്തിൽ ഈ പുസ്തകം ഉണ്ടെങ്കിലും 3-ാമത്തെ അധ്യായത്തിൽ ഒരു ചെറിയ പ്രവചനം മാത്രമേ യോന പ്രവചിച്ചുള്ളൂ. ഒരു ചെറിയ പ്രവചനം മാത്രം. നമുക്ക് എടുക്കാം. യോന 3-ാമത്തെ അധ്യായം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. യോന 3:4. ജോന ചാപ്റ്റർ 3 വേഴ്സ് 4. യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. ഇത്രയുമേ ഉള്ളൂ. യോനയുടെ പ്രവചനം ഇത്രയുമേ ഉള്ളൂ. Yet 40 days and Nineveh shall be overthrown. ഇത്രയുമേ ഉള്ളായിരുന്നു. ഇത് പറയാനാ ദൈവം യോനയെ കൽപ്പിച്ചത്. പക്ഷെ യോന അറിഞ്ഞുകൊണ്ട് ദൈവഹിതം വേണ്ട. ഈ യോനയെക്കുറിച്ച് യഹൂദന്മാരുടെ പുസ്തകം മിഷ്നയിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ അവർ പറയുന്നത്, ഈ യോന ഏലിശ യേഹൂനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി അയച്ച പ്രവാചകൻ യോന ആയിരുന്നു എന്ന് യഹൂദന്മാരുടെ മിഷ്നയിൽ അവർ പറയുന്നുണ്ട്. പക്ഷെ വചനത്തിൽ അതിന് ഒരു പ്രമാണവും ഇല്ല. ആ പ്രവാചകന്റെ പേര്, ഒരു ചെറുപ്പക്കാരന്റെ പേര് എഴുതിയിട്ടില്ല. വേറെ അടുത്ത് അവർ പറയുന്നത് ഈ യോന സാരെഫാത്തിലെ വിധവയുടെ മകനായിരുന്നു. പക്ഷെ അതിനും വചനത്തിൽ അടിസ്ഥാനമില്ല. പക്ഷെ നമ്മൾ ഈ യോന പ്രവാചകനെ നോക്കുമ്പോൾ എന്താ? യോന പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചേ. ജോന ചാപ്റ്റർ 1 വേഴ്സ് 1. യോന 1:1. അമിത്തായിന്റെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, ഇപ്പം വായിച്ച 2-ാമത്തെ വാക്യം, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. സോ ദൈവത്തിന്റെ സ്പഷ്ടമായ കൽപ്പന കിട്ടിയിട്ട് ഞാൻ പോകത്തില്ല, നിന്റെ കൽപ്പന ഞാൻ അനുസരിക്കത്തില്ല, അറിഞ്ഞോണ്ട് ഞാൻ തർശീഷിലേക്ക് പോകും. അത് മാത്രമല്ല, ഇടയ്ക്ക് കൊടുങ്കാറ്റ് വന്നു, അന്നേരവും മരിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിനെക്കാട്ടും നല്ലത് മരിക്കുന്നതാ. അതാ യോനയുടെ ചിന്ത. യോന, നീ പ്രവാചകനില്ലയോ? നീ ഇസ്രായേലില് പ്രവചിക്കേണ്ടിയത് ദൈവത്തിന്റെ ഒരു ദാസനല്ലയോ? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ നിനക്ക് എന്താ ഇത്രയും പ്രയാസം? ഇന്ന് നമ്മളോടും ദൈവാത്മാവ് സംസാരിക്കുക. നമുക്ക് നമ്മുടേതായി തന്നെ ഒത്തിരി എക്സ്ക്യൂസസ് ഉണ്ട്. നമ്മൾ അത് പറഞ്ഞുകൊണ്ടാ എങ്ങനെയെങ്കിലും നമ്മളെ തന്നെ നീതീകരിക്കാൻ, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ദൈവത്തിന്റെ സ്പഷ്ടമായ കൽപ്പന കേട്ടിട്ടും ദൈവത്തിന്റെ ഹിതം ഇതാന്ന് സ്പഷ്ടമായി അറിഞ്ഞിട്ടും തീരുമാനിച്ചേക്കുക, എനിക്ക് ദൈവഹിതം വേണ്ട, അതിനെക്കാട്ടും നല്ലത് മരിക്കുന്നതാ. അങ്ങനത്തെ ചിന്തയുള്ളവരുണ്ട്. ഈ വചനം കേൾക്കുന്നുണ്ട്. ഞാൻ അതിൽ ഒരുവനാണോ? ദൈവത്തിന്റെ ഹിതത്തിന് ഇത്രയും വെറുപ്പെന്താ? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ എന്താ ഇത്രയും വെറുപ്പ്? സർവശക്തനായ ദൈവം കൽപ്പിക്കുമ്പോൾ നമ്മൾ അനുസരിക്കേണ്ടതല്ലയോ? ചോദ്യം ചോദിക്കാൻ നമുക്ക് വല്ല അവകാശമുണ്ടോ? ദൈവത്തിന്റെ ഹിതത്തിന്റെ നേരെ വിരോധം പോകുവാൻ നമുക്ക് വല്ല അവകാശമുണ്ടോ? നമ്മൾ ഏതടിസ്ഥാനത്തിലാ? നമ്മൾ മനസ്സിൽ എന്തോ ചിന്തിച്ചുകൊണ്ടാ ദൈവത്തിന്റെ കൽപ്പനയുടെ വിരോധം പോകുന്നത്? രക്ഷപ്പെടാൻ കഴിയുമോ? യോനയുടെ വിഷയം, യോന ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്.
പക്ഷെ നിനുവെ പോകാൻ മനസ്സില്ല. എന്താ? ഈ നിനുവയ്ക്ക് ഒത്തിരി ചരിത്രമുണ്ട്. ഇവിടുത്തെ ആൾക്കാർ അസീരിയൻസാ, അസൂറികളാ. ശ്രദ്ധിക്കണം, ഈ അസൂറികളാ കുറെ കഴിയുമ്പോൾ ഇസ്രായേലിന്റെ 10 ഗോത്രത്തെ അടിമത്വത്തിൽ കൊണ്ടുപോയത്. ഇന്ന് വരെ മടങ്ങി വന്നിട്ടില്ല. ഈ അസൂറികളാ. എലിശാവിന്റെ സമയത്ത് അറാമികളായിരുന്നു. നിനുവെ അസൂറികളുടെ തലസ്ഥാനമാ. ഈ നിനുവെ പട്ടണം വലിയ പട്ടണമാ. അവിടെയുള്ള ജനസംഖ്യ യോന 4-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലുണ്ട്. എന്നാൽ വലങ്കയ്യും ഇടങ്കയ്യും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്വാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. മഹാനഗരമാ നിനവെ. അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. 3-4. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായൊരു നഗരമായിരുന്നു. 3 ദിവസം യാത്രയുള്ള അതിമഹത്വമായ മഹാനഗരമാ. അസൂറികളുടെ തലസ്ഥാനം. നിമ്രോദ ഇതിന് അടിസ്ഥാനമിട്ടത്. നോവയുടെ സമയത്ത് വെള്ളപ്പൊക്കം കഴിഞ്ഞ് അന്ന് നിമ്രോദ് പണിത പട്ടണമാ നിനുവെ. ഇങ്ങോട്ട് യോനായ്ക്ക് ദൈവം ഒരു കൽപ്പന കൊടുത്തപ്പം എന്താ പോകാൻ മനസ്സില്ലാത്തത്? യോനായ്ക്ക് ഇസ്രായേലിനെ കുറിച്ച് വലിയ എരിവുണ്ട്. അകത്തുള്ള ചിന്ത, ഈ ഇസ്രായേൽ എങ്ങനെയെങ്കിലും ദൈവത്തോട് അടുക്കണം, ദൈവ വചനപ്രകാരം ജീവിക്കണം. ഞങ്ങൾ തെരഞ്ഞെടുത്ത ഒരു വർഗമില്ലയോ? പക്ഷേ നിനുവെ, എനിക്ക് ദൈവത്തിന്റെ സ്വഭാവം എനിക്കറിയാം. എന്നോട് നിനുവെ പോവാൻ പറയുന്നത് അവിടെ ചെന്ന് അവരോട് മാനസാന്തരപ്പെടാനാ പറയേണ്ടത്. അത് പറഞ്ഞാൽ നിനുവക്കാര് മാനസാന്തരപ്പെടും. അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാവും. അവർ ദൈവത്തിന്റെ മുമ്പേ കരയാൻ തുടങ്ങും. ദൈവം അവരെ ക്ഷമിക്കുകയും ചെയ്യും. ദൈവം അഥവാ നിനുവക്കാരെ ക്ഷമിച്ചാൽ ഈ നിനുവക്കാർ, ഈ അസൂറികൾ ഇസ്രായേലിന് തലവേദന തന്നെ ആകത്തുള്ളൂ. അതുകൊണ്ട് ഇവരെ ക്ഷമിക്കാതെ എങ്ങനെയെങ്കിലും ഇവരെ നശിപ്പിക്കണം. നിനുവക്കാർക്ക് അവരുടെ പുറത്ത് ദൈവം തന്റെ സ്നേഹം കാണിക്കല്ലേ. വായിച്ചേ 4-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ വായിച്ചേ. യോന പറയുന്നത് എന്താ? യോന ചാപ്റ്റർ 4 വേഴ്സ് 1-2. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവയോട് പ്രാർത്ഥിക്കുക. അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? ഇത് തന്നെ ഇല്ലയോ ഞാൻ നിന്നോടും പറഞ്ഞത്? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. എന്താ? നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. എനിക്കറിയാം നീ ഒത്തിരി ക്ഷമയുള്ളവനാ. നിനക്ക് ഒത്തിരി സ്നേഹമുണ്ട്. നിനക്ക് ഒത്തിരി കരുതലുണ്ട്. ആരെങ്കിലും അനുതപിച്ചാൽ നീ ക്ഷമിക്കും. അതുകൊണ്ടാ എനിക്ക് നിനുവെ പോകാൻ മനസ്സില്ലാത്തത്. ഇവരുടെ പുറത്ത് നീ ക്ഷമ കാണിക്കല്ലേ. ഇവരെ നശിപ്പിച്ചാലേ ഒക്കൂ. കാരണം ഇവരുടെ പുറത്ത് നീ ക്ഷമ കാണിച്ചാൽ ഇവർ നമുക്ക് ഇസ്രായേലികൾക്ക് തലവേദന തന്നെ ആകത്തുള്ളൂ. ഈ നിനുവക്കാര് ഒത്തിരി ക്രൂരന്മാരാ. നാഹൂമിന്റെ പ്രവചനം 2-ാമത്തെ അധ്യായം അതിന്റെ 8 മുതൽ 13 വരെ വായിച്ചേ. നാഹൂം ചാപ്റ്റർ 2 വേഴ്സ് 8-13. നാഹൂം 2-ാമത്തെ അധ്യായം
8-13 വരെ. നിനവേ പുരാതനമേ ഒരു ജലാശയം പോലെയായിരുന്നു, എന്നാൽ അവർ ഓടിപ്പോകുന്നു. നിൽപ്പീൻ നിൽപ്പീൻ, ആരും തിരിഞ്ഞു നോക്കുന്നില്ല താനും. വെള്ളി കൊള്ളയിടുവിൻ, പൊന്നു കൊള്ളയിടുവിൻ, വീട്ടു സാമാനത്തിന് കണക്കില്ല. സകലവിധ മനോഹര വസ്തുക്കളായ സമ്പത്തുമുണ്ട്. അവൾ പാഴും വെറുമയും ശൂന്യവുമായിരിക്കുന്നു. ഹൃദയം മുരുകിപ്പോകുന്നു, മുഴങ്കാൽ ആടുന്നു. എല്ലാ അരമനകളിലും അതിവേദനയുണ്ട്. എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു. ആരും ഭയപ്പെടുത്താതെ സിംഹിയും ബാലസിംഹവും സഞ്ചരിച്ചു പോകുന്ന സിംഹഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചിൽപ്പുറവും എവിടെ? സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചു കീറി വയ്ക്കുകയും സിംഹികൾക്കു വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇരകൊണ്ട് തന്റെ ഗഹുരങ്ങളെയും കടിച്ചു കീറിയതിനെ കൊണ്ട് തന്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്തു. ഞാൻ നിന്റെ നേരെ വരും, ഞാൻ അതിന്റെ രഥങ്ങളെ ചുട്ടു പുകയാക്കും. നിന്റെ ബാലസിംഹങ്ങൾ വാളിന് ഇരയായിത്തീരും. ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും. നിന്റെ ദൂതന്മാരുടെ ശബ്ദം ഇനി കേൾക്കുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഈ വാക്യം എടുത്തത് പ്രവാചകൻ നിനവയെ കുറിച്ച് പറഞ്ഞതാ. ഒത്തിരി ക്രൂരന്മാരും ദുഷ്ടന്മാരായിരുന്നു ഈ പട്ടണം, ഇവിടുത്തെ നിവാസികൾ. അതുകൊണ്ട് യോനായ്ക്ക് അങ്ങോട്ട് പോവാൻ മനസ്സില്ല. ഒന്ന് നിന്നേ, എനിക്കോ ദൈവഹിതം, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുവാൻ എനിക്ക് എന്തോ നീതീകരണമുണ്ടെന്നേ. ഞാൻ എന്തോ പറഞ്ഞോണ്ടാ നടക്കുന്നത്. യോന, നിനക്ക് പോകാൻ മനസ്സില്ലെങ്കിലും നീ പോയാലേ ഒക്കൂ. നീ എന്റെ പ്രവാചകനാ. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാ നിന്റെ ഹിതം ചെയ്യാനല്ല, നിന്റെ ഇഷ്ടപ്രകാരം നടക്കാനല്ല. എനിക്കൊരു ഹിതമുണ്ട്. ചെവിയുള്ളോ നല്ലപോലെ കേട്ടോണം. നമ്മളെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്തത്. നമുക്കൊരു സൃഷ്ടിതാവുണ്ട്. സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വാങ്ങിയ നമ്മുടെ വീണ്ടെടുപ്പുകാരന് നമ്മളെ സ്വന്തം രക്തം കൊടുത്തത് നമ്മുടെ തോന്നിയ പോലെ നടക്കാനല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവം എന്തോ വന്നാലും ചെയ്തെടുക്കേ ചെയ്യും. അതിനാർക്കും തടയാൻ കഴിയത്തില്ല. യോന അതിനൊരു ഉദാഹരണമാ. ദൈവത്തെ ചോദ്യം ചോദിക്കുവാൻ, ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് അങ്ങോട്ടിങ്ങോട്ടും മാറുവാൻ ആർക്കും അനുവാദമില്ല. ദൈവം തന്റെ ഹിതം ചെയ്തെടുക്കേ ചെയ്യും. യോന ചിന്തിച്ചത്, ഞാൻ തർശീഷിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും ആ കഥ അറിയാലോ. ഞാൻ അതിൽ ആഴത്തിൽ പോകുന്നില്ല. പോവാ. ദൈവം പറഞ്ഞതിന്റെ നേരെ വിരോധം ഞാൻ പോവും. ദൈവം പറഞ്ഞതിന്റെ നേരെ വിരോധം. ചെറുപ്പക്കാരൻ, ഇന്ന് ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. ദൈവവചനം അറിഞ്ഞിട്ടും അവർക്ക് ഈ പാതയിൽ നടക്കണ്ട. കപ്പലേ കയറി ഉറങ്ങുക. യോന, നിനക്ക് കൽപ്പന അനുസരിക്കാൻ കഴിയത്തില്ലെങ്കിലും ഈ സൃഷ്ടിതാവിന്റെ കൽപ്പന കേൾക്കും. ചീട്ട് വീണല്ലോ. ചീട്ട് വീണപ്പം അടുത്ത നമുക്ക് കാണുന്ന അതിന്റെ 8-7 വായിക്കാം. 1-ാമത്തെ അധ്യായം 7. അനന്തരം അവർ, വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടെടുക എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനായ്ക്ക് വീണു. അവർ അവനോട്, 8-ാം വാക്യം, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. ഇന്ന് ഒത്തിരി പേരുണ്ട് ദൈവഹിതത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ മറ്റവർക്ക് എത്ര പേർക്ക് ദുഃഖത്തിന്റെ കാരണമായി തീർന്നേക്കുക. യോന, ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ കാരണമാണോ ഇന്ന് മറ്റവർ കഷ്ടം അനുഭവിക്കുന്നത്? ഉറങ്ങുക. ചീട്ട് വീഴുമ്പോൾ സ്പഷ്ടമായി വീഴും. അടുത്തത് 9-ാമത്തെ വാക്യം. അതിന് അവൻ അവരോട്,
ഞാനൊരു എബ്രായൻ, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ ആ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എബ്രായൻ. I fear the Lord, the God of heaven, which hath made the sea and the dry land. ദൈവത്തെ ഭയപ്പെടുന്നവനാ. അടുത്തത്, ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട്, നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്നവർ അറിഞ്ഞു. 11-ാം വാക്യം. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പിന്നെ നമുക്ക് സമയം അത്ര ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ വായിച്ചാൽ മതി. ഒടുവിൽ യോന തീരുമാനിച്ചത് ചാകുന്നതാ ഭേദം, എന്നെ എടുത്ത് അങ്ങ് കളഞ്ഞേര്, അതാ എനിക്ക് ഭേദം. പക്ഷേ നമുക്കറിയാമല്ലോ, സർവശക്തൻ മുമ്പേ തന്നെ ഒരു മീനിനെ ഒരുക്കിയിട്ടുണ്ട്. ആ മീനിന്റെ വയറ്റിൽ ചെന്നപ്പം യോനായ്ക്ക് സങ്കീർത്തനങ്ങൾ ഓർമ്മ വന്നു. 2-ാമത്തെ അധ്യായത്തിൽ മീനിന്റെ കുടലിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവത്തെ വിളിക്കുക. ആ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ച് 2-ാമത്തെ അധ്യായത്തിന്റെ 3 തൊട്ട് വായിക്കാം. ജോന ചാപ്റ്റർ 2 വേഴ്സ് 3. നീ എന്റെ നിലവിളി കേട്ടു, നീ എന്നെ സമുദ്രത്തെ മധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽപുല്ല് എന്നെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. ഈ മത്സ്യത്തിന്റെ വയറ്റിൽ ചെന്ന് യോനയ്ക്ക് ഒരു പിടികിട്ടി. 9-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നു, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഈ പാഠം യോന മീനിന്റെ കുടലിൽ കിടന്ന് പഠിക്കുക. രക്ഷ യഹോവയുടെ പക്കൽ നിന്നാ വരുന്നത്. പാഠം പഠിച്ചോ? നിനുവയിൽ തന്നെ മത്സ്യം കൊണ്ടുവന്ന് അവിടെ നിർത്തി. മത്സ്യം നിനുവയെ കൊണ്ടുവന്നപ്പം 3-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം പിന്നെയും വായിക്കാം. ചാപ്റ്റർ 3 വേഴ്സ് 1. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം ഇനി 2-ാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്നാൽ, യോനയ്ക്ക് 2-ാം പ്രാവശ്യം ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാവുക. നെക്സ്റ്റ്, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. മത്സ്യത്തിന്റെ കുടലിൽ കിടന്ന് ആ രൂപത്തിലാ പോന്നേ. ദൈവശബ്ദം പിന്നെയും കേൾക്കുക. അവിടെ ചെന്ന് ദൈവത്തിന്റെ കൽപ്പന അറിയിക്കണം. 4-ാമത്തെ വാക്യം. യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. ഇത്രയേ ഉള്ളൂ പ്രവചനം. പട്ടണത്തിന്റെ അകത്ത് ഒരു ദിവസത്തിന്റെ യാത്ര ചെന്നിട്ട് ദൈവത്തിന്റെ ദൂത് അറിയിക്കുക. ഇനി 40 ദിവസം. അടുത്തത് 5-ാമത്തെ വാക്യം 5 തൊട്ട് വായിച്ച് 5 തൊട്ട് 10 വരെ. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടു പുതച്ച് വെണ്ണീരിൽ ഇരുന്നു. അവൻ നിനവയിൽ എങ്ങും ഘോഷിപ്പിച്ചു പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും
രട്ടുപൊതിച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തൻ താന്റെ ദുർമാർഗവും താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികെയും വേണം. ദൈവം വീണ്ടും അനുതപിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറിയിരിക്കും. ആർക്കറിയാം? അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. സോ ഇവിടെ നിന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. പ്രസംഗിക്കുന്ന ആൾക്ക് തന്നെ വിശ്വാസമില്ല. 40 ദിവസം അത് കഴിഞ്ഞ് നിനുവ നശിക്കുന്നു പറഞ്ഞപ്പം ഈ ദൂത് കേട്ടപ്പം നിനുവേക്കാരെക്കാട്ടും അത്ഭുതപ്പെടുന്നത് പ്രവാചകനാ. അന്തം വിട്ട് നോക്കുക. ഞാൻ പറയുന്ന സന്ദേശം ഇവർ വിശ്വസിച്ചോ? ഇവർ മാനസാന്തരപ്പെടുന്നത് എനിക്ക് കണ്ടൂടാ. ഇവർ നശിച്ചാലേ ഒക്കൂ. എനിക്ക് അത്രയും വെറുപ്പുണ്ട്. ഞാൻ ഒരു എബ്രായനാ. പക്ഷേ ഈ ദുഷ്ടന്മാർ ആ ദൂത് കേട്ട് ഉപവാസം പ്രഖ്യാപിച്ചു. രാജാവ് തന്നെ, മൃഗങ്ങളും ഇത്രയും വലിയ പട്ടണത്തിലുള്ളവർ എല്ലാവരും ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ പ്രവാചകൻ അത്ഭുതപ്പെടുക, ദേഷ്യപ്പെടുക. താൻ പറഞ്ഞ ദൂത് ജനം കേട്ടപ്പം പ്രവാചകന് വൈരാഗ്യമാ. അടുത്തത് അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യോനായ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായെന്ന് ഇംഗ്ലീഷിലാണെങ്കിൽ, ബട്ട് ഇറ്റ് ഡിസ്പ്ലീസ്ഡ് ജോന എക്സീഡിംഗ്ലി ആൻഡ് ഹി വാസ് വെരി ആംഗ്രി. അവന് കോപം വന്നു. എന്തിന്? നീ പറഞ്ഞ ദൂത് ജനം കേട്ടു, നിനക്ക് കോപമാണോ? അതെ. 2-ാമത്തെ വാക്യം പറയുന്നത് നമ്മൾ മുമ്പേ വായിച്ചതാ, ഒന്നുകൂടെ വായിക്കാം. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്ത് ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ഈ സ്വഭാവം നിന്റേത് ഇഷ്ടപ്പെടത്തില്ല. നീ കാണുന്നവരോട് നീ ദയ കാണിക്കുന്നു, നീ അവരെ സഹിക്കുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ചില വിഷയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ദൈവത്തോട് മത്സരിക്കുകയല്ലയോ? ഈ ജനം മാനസാന്തരപ്പെടാൻ തുടങ്ങിയപ്പം, അനുതപിക്കാൻ തുടങ്ങിയപ്പം ദൈവം അവരെ ക്ഷമിച്ചു. അവർക്ക് അവസരം കൊടുക്കാനില്ലയോ യോനയെ അങ്ങോട്ട് അയച്ചത്? ദൈവം ആഗ്രഹിക്കുന്നില്ല ജനത്തെ നശിപ്പിക്കാൻ. അതുകൊണ്ടില്ലേ ഇവിടെ എഴുതിയേക്കുന്നേ, For I knew thou art a gracious God and merciful, slow to anger, and of great kindness, and repentest thou of the evil. ഇനിയും യോനായ, നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. നീ അത്രയും പ്രവചിച്ചു മതി. ഇനി നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. വായിച്ചേ 3-ാമത്തെ വാക്യം തൊട്ട് ശ്രദ്ധിച്ച് നമ്മൾ വായിക്കണം. ആകയാൽ യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഇനി നീ എന്റെ പ്രാണൻ അങ്ങ് എടുക്ക്. നിന്റെ ഈ സ്വഭാവം കൊള്ളത്തില്ല, എനിക്കിഷ്ടമല്ല. ഞാൻ ചാകുന്നതാ ഭേദം. അടുത്തത്, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. നമ്മൾ ദൈവത്തിന്മായി ഉള്ള നമ്മുടെ ബന്ധം, ദൈവാത്മാവ് സ്പഷ്ടമായി സംസാരിക്കാൻ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇത് വേറെ ആരോണ്ടും അല്ല. നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുക. എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും സർവശക്തൻ സംസാരിക്കുക. എൻ്റെ സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലയോ?
നിന്റെ ചിന്ത എന്താ? മരിക്കണോ? മരിക്കണോ? അടുത്തത് 4th വാക്യം. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. ദൈവം ചോദിക്കുക, ഡസ് ദൗ വെൽ ടു ബി ആംഗ്രി? നിനക്ക് ക്രോധം വന്നേക്കുന്നത് അത് ഉചിതമാണോ? നീ മുഖം വാടി നടക്കുന്നത് അത് ഉചിതമാണോ? അടുത്തത് 5 വാക്യം. അനന്തരം യോന നഗരം വിട്ടു ചെന്ന് ആ നഗരത്തിന്റെ കിഴക്കേ വശത്ത് ഇരുന്നു. ആ അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്തു ഭവിക്കുമെന്ന് കാണുവോളം അതിൻ കീഴെ തണലിൽ പാർത്തു. ദൈവത്തോടുള്ള കോപം, പട്ടണം അനുദപിക്കുക, അത് സഹിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ പ്രവാചകനാ, പേര് യോന. ഇനി അടുത്തത് എന്തോ സംഭവിക്കാൻ പോകുന്ന ഒന്ന് കാണാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടിലുണ്ടാക്കി പട്ടണത്തിന്റെ വെളിയിൽ ഇരിക്കുക. നമ്മളോട് ദൈവം സംസാരിക്കുന്നുണ്ടോ? ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? അതോ ഹൃദയം കഠിനമാക്കുകയാണോ? ഇത് എന്നോടുള്ള ദൂതല്ല, ഇത് മറ്റൊരാരോട് ദൈവം സംസാരിക്കുക. ഞാൻ യോനയല്ല. അടുത്തത് വായിച്ചേ, 6th വാക്യം. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. പ്രിപ്പയർഡ് എ ഗൗഡ്. ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവനും മീതെ വളർന്നു പൊങ്ങി. എത്ര മാസങ്ങളെടുത്തു? ഒറ്റ ദിവസം കൊണ്ടാ ആവണക്ക് വളർന്ന് അവന് തണൽ കൊടുക്കാൻ തുടങ്ങി. ഒറ്റ ദിവസം കൊണ്ട്. അടുത്തത്, യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. ആവണക്ക് അവന് ആശ്വാസം കൊടുക്കുമ്പോൾ സന്തോഷിക്കുക. എന്റെ കുടിലിനെക്കാട്ടും നല്ലതായത്. അത്ഭുതം, ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത ഈ അത്ഭുതം വലിയ സന്തോഷമാ. അടുത്തത് 7 വാക്യം. പിറ്റന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ആവണക്കുണ്ടാക്കി ആ ദൈവം തന്നെ ഒരു പുഴുവിനെ കൽപ്പിച്ചുണ്ടാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. ഒറ്റ ദിവസം കൊണ്ട് ആ ദൈവം ഉണ്ടാക്കിയ പുഴു ആ ആവണക്കിനെ ഉണക്കിക്കളഞ്ഞു. അടുത്തത്, സൂര്യൻ ഉദിച്ചു. ദൈവം അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ദൈവം യോനായോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഡസ് thou well to be angry for the God? ഈ ആവണക്ക് ഉണങ്ങിപ്പോയോണ്ടാണോ നിനക്ക് കോപം വന്നേക്കുന്നത്? അടുത്തത്, അവൻ ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അവൻ പറയുന്നത്, and he said, I do well to be angry even unto death. ഈ ആവണക്ക് ഉണങ്ങിയത് കൊണ്ട് എനിക്ക് വന്നേക്കുന്ന കോപം അത് ഉചിതമാ. എനിക്ക് അവകാശമുണ്ട് കോപിക്കുവാൻ. ഈ ആവണക്ക് എങ്ങനെ ഉണങ്ങിപ്പോയിന്നേ? ആ പുഴു എവിടുന്ന് വന്നേ? അന്നേരം 10th വാക്യം. അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോകുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. നീ ഒരു മെനക്കേട് ചെയ്തിട്ടില്ല, ഒരു അധ്വാനം ചെയ്യാതെ ആ ആവണക്ക് നിനക്ക് തണലായിരുന്നു. അതുകൊണ്ടാണോ നീ. അടുത്തത് 11th വാക്യം. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞു കൂടാത്ത 120,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം ചോദിച്ച ഈ പ്രവചന പുസ്തകം ദൈവം അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യത്തോടെയാ യോനയുടെ പുസ്തകം ക്ലോസ് ആകുന്നത്.
നിനക്ക് ആ ആവണക്കിന്റെ വിഷയത്തിൽ ഇത്രയും കോപമാണെങ്കിൽ നിനക്ക് ഒരു അവകാശവുമില്ല. നീ ഒരു അധ്വാനവും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ജനം നിനവേക്കാരുടെ പുറത്ത് ഞാൻ ദയ കാണിക്കുന്നതാണോ നിനക്ക് വലിയ വിഷയം? അബ്രഹാം സോദോം ഗൊമോറയുടെ നാശത്തിന്റെ വിഷയം ദൈവം പറഞ്ഞപ്പം അബ്രഹാം ദൈവത്തിന്റെ മുമ്പേ യാചിക്കാൻ തുടങ്ങി, അപേക്ഷിക്കാൻ തുടങ്ങി. ഇവിടെ യോനായോ നേരെ മറിച്ച് അപേക്ഷയല്ല, എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ഒരു പാഠം പഠിപ്പിക്കുക. ഇസ്രായേൽ ജനം ഞാൻ തെരഞ്ഞെടുത്തത് നിങ്ങൾ ജാതികൾക്ക് അനുഗ്രഹത്തിന്റെ കാരണമായി തീരാനാ. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങൾക്ക് വേണ്ടിയല്ല. ജാതികളെ ഞാൻ അത്രയും തന്നെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന അത്രയും. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നെ എത്ര സ്നേഹിക്കുന്നു അതിൻ്റെ അത്രയും തന്നെ ദൈവത്തിൽ വിശ്വസിക്കാത്ത ജാതികളെയും ദൈവം അതുപോലെ തന്നെയാ സ്നേഹിക്കുന്നത്. നമ്മുടെ ചിന്ത ദൈവം എന്നെ അനുഗ്രഹിക്കണം, എന്നെ വലിയതാക്കണം. ജാതികളോ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മ നമ്മൾ അധ്വാനിച്ചിട്ടാണോ? ഞാൻ അനുഭവിക്കുന്ന നന്മകൾ ഞാൻ അധ്വാനിച്ചുകൊണ്ടാണോ ഞാൻ ഇത് അനുഭവിക്കുന്നത്? ആ ആവണക്ക് അതിനെ ഒറ്റ ദിവസം കൊണ്ടില്ലയോ ഉണക്കിക്കളഞ്ഞത്? ദൈവം നമുക്ക് തന്ന നന്മകൾ ദൈവം എടുത്ത് കളഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ നമ്മൾ ആര്? ദൈവം നമുക്ക് തന്നേക്കുന്ന നന്മകൾ അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണോ? മറ്റൊരു അനുഭവിക്കേണ്ടിയതല്ലയോ? 2 പത്രോസ് 3-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. 2 Peter chapter 3 അതിന്റെ 9-ാമത്തെ വാക്യം. 2 പത്രോസ് 3:9. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നത് ആരും നശിച്ചു പോകല്ലേ. നിനവേക്കാരും നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവർക്കും അവസരം കൊടുക്കണം. യോനാവേ, നിന്റെ ചിന്ത പോലല്ല എൻ്റെ ചിന്ത, എൻ്റെ പദ്ധതി പോലല്ല നിന്റെ പദ്ധതികൾ. എൻ്റെ പദ്ധതി വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ വിരോധമായി നിൽക്കല്ലേ. ഈ നിനവക്കാരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ആ ചെറിയ പ്രവചനം കേട്ടതേ ഉള്ളൂ. ഇത്ര ക്രൂരന്മാരായ വ്യക്തികൾ, രാജാവ് മുതൽ മൃഗങ്ങൾ വരെ ഉപവാസത്തിയിരിക്കുക. അന്നേരം ഇസ്രായേലോ യെരോബയാമോ പ്രവാചകന്മാരെ കണ്ടുടാ. അവർക്ക് ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് പ്രവാചകനെ കണ്ടുടാ. നിനവേക്കാർക്ക് ഒരു ചെറിയ സന്ദേശം കിട്ടിയതേ ഉള്ളൂ. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക. യോനയുടെ ആ ഒരു ചെറിയ പുസ്തകം, ആ പ്രവചന പുസ്തകം, അത് ഒരു ചെറിയ പ്രവചനം മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവം തൻ്റെ പ്രവാചകനോട് ഇടപെടുന്നത്, തൻ്റെ പ്രവാചകനെ ഒരുക്കുന്നത്, പ്രവാചകന്റെ ചിന്തയുടെ രീതി മാറ്റുന്നത് നമുക്കിവിടെ കാണാം. അതുപോലെ വലിയ ദൈവം നമ്മളോടും സംസാരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഈ യോനയുടെ പുസ്തകം ഞാനുമായി വല്ല ബന്ധമുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളെ തന്നെ ശോധന ചെയ്യാം. ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു.
കേട്ട വചനം എനിക്ക് ന്യായവിധിക്ക് കാരണമാകുമോ? ദൈവഹിതം അറിഞ്ഞിട്ടും ദൈവഹിതം വേണ്ട. അങ്ങനെ ഇന്ന് എത്ര പേര് മത്സ്യത്തിന്റെ കുടലിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുക. ഹല്ലേലൂയ. നീ അടുത്തൊരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, യോനയുടെ മത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസം കിടന്നത് അത് കർത്താവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നത്? മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, യോന ഇനിയും ജീവനോട് വെളി വരുത്തില്ല. അവന്റെ കഥ അവസാനിച്ചു. ഇതോടുകൂടി യോനയുടെ കഥ അവസാനിച്ചു. ഇനി ഒരു പ്രതീക്ഷയും ഇല്ല. മത്സ്യം അവനെ മിഴുങ്ങി. ഇനി ഒരു സാധ്യതയുമില്ല. ഒരു സാധ്യതയില്ലാത്ത ആ സാഹചര്യത്തിൽ ആ മത്സ്യം യോനയെ നിനിവേയിൽ നിർത്തുക. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. കല്ലറയിൽ ആ തകർന്ന ശരീരം വെച്ചു കഴിഞ്ഞു. വല്ല പ്രതീക്ഷയുണ്ടോ? ഉയർത്തെഴുന്നേക്കും. വല്ല പ്രതീക്ഷയുണ്ടോ? ഇല്ലല്ലോ. ഇവൻ എങ്ങനെ ഉയർത്തെഴുന്നേക്കാനാ? ഒരു സാധ്യതയുമില്ല. അന്നേരമില്ലയോ 3-ാമത്തെ നാള് ഉയർത്തെഴുന്നേറ്റ് മരിയയുടെ മുമ്പിൽ നിൽക്കുന്നത്? ഒരു സാധ്യതയില്ലാത്ത അവസരത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് രക്ഷയുടെ വാതിലില് തുറന്നു തന്നത്. യോന മീനിന്റെ വായിന്ന്, മത്സ്യത്തിന്റെ വയറ്റിന്ന് വെളിവന്ന് നിനിവേയോട് ദൈവത്തിന്റെ ദൂത് അറിയിച്ചു. അവർ അനുതപിച്ചു. ഞാൻ യേശു ഉയർത്തെഴുന്നേറ്റത് അനുഭവിച്ചവനാ. എന്റെ ചിന്ത എന്താ? ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണോ വേണ്ടായോ? അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? സർവശക്തൻ കൽപ്പന തരുമ്പോൾ അനുസരിക്കണോ വേണ്ടായോ തീരുമാനിക്കാൻ ഞാൻ ആര്? ഞാൻ ആര്? ഈ കൽപ്പന തന്നെ എന്നെ വിധിക്കത്തില്ലയോ? നമ്മളെ തന്നെ ശോധന ചെയ്യാം. എത്ര കാര്യങ്ങളാ ദൈവാത്മാവ് നമ്മളെ മുമ്പേ വെളിപ്പെടുത്തിയത്. ഈ വചനം നമുക്ക് ആർക്കും ന്യായവിധിക്ക് കാരണമാകല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചന മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോടും സ്പഷ്ടമായി സംസാരിക്കുന്നതിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. നിന്റെ വരവടുത്തു കർത്താവേ. നിന്റെ ഹിതം മനസ്സിലാക്കി, നിന്റെ സ്വഭാവം മനസ്സിലാക്കി, നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവേ. കേൾക്കുന്ന വചനം ഞങ്ങളെ ഓരോരുത്തരെയും വിധിക്കും. ഇതാർക്കും ന്യായവിധിക്ക് കാരണമാകല്ലേ കർത്താവെ, അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ ഞങ്ങൾ അധ്വാനിച്ചതല്ല, അത് നിന്റെ കൃപ മാത്രം. നിന്റെ കൃപ മാത്രം കർത്താവേ. നിന്നെ സ്നേഹിപ്പാൻ, നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മായുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഒന്നിച്ച് ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ UK-യിലായിരിക്കുന്നു.
കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ 26-ാം തീയതി ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നതായിരിക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥ.